അങ്ങനെ ദുരന്തർ കണ്ടു. ട്രിവാൻഡ്രം PVR സ്ക്രീൻ 6-ൽ നിന്നാണ് കണ്ടത്. 4K ലേസറാണ്, 3.5 മണിക്കൂറുണ്ട്. അതുകൊണ്ട് റിക്ലൈനർ തന്നെ അങ്ങ് എടുത്തു. ദുരന്തർ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആദിത്യ ധർ. വാട്ട് എ ഫിലിം മാൻ, എന്ത് കിഡിലൻ സ്പൈ ഫിലിം. ആദിത്യ ധറിൻ്റെ ഉറി എനിക്ക് അത്രയും പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്ന വേറെ പടമില്ല. ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മികച്ചതായിട്ട് തോന്നിയിരുന്നു. കമ്മിങ് ബാക്ക് ടു ദുരന്തർ, ആദിത്യ ധറിൻ്റെ ഡയറക്ഷൻ റൈറ്റിംഗ് വളരെ മികച്ചതായിട്ട് തോന്നി. സോ മച്ച് ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. 3.5 മണിക്കൂറൊന്നും ഒരു പ്രശ്നമേ ആയിട്ട് തോന്നിയില്ല. ഷട്വത് സച്ദേവ്, വാട്ട് എ സ്കോറിംഗ് മാൻ. എൻ്റെ പൊന്നോ, ഉറിയിൽ നമ്മൾ കണ്ടതാണ്, എന്നാലും അത് ഇവിടെ ആവർത്തിച്ചു. അന്യായ സാധനം, ഒരു രക്ഷയില്ല. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി. ഇനി പെർഫോമൻസ്, രൺവീർ സിംഗ് ആസ് ഹംസ, സൂപ്പർ പെർഫോമൻസ്. ആക്ഷനും ഇമോഷനും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അക്ഷയ് ഖന്ന ആസ് റഹ്മാൻ, പീക്ക് പെർഫോമൻസ്. ഈ പടം കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടാകാൻ പോകുന്ന അക്ഷയ് ഖന്നയ്ക്കായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വാഗും അദ്ദേഹത്തിന് കിട്ടിയ സ്കോറും ഒക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പം ഒരു രക്ഷയില്ലാത്ത അന്യായ എക്സ്പീരിയൻസ് ആണ്. നെറ്റിയിലെ ചുളിവ്, ആ കണ്ണുകൊണ്ടുള്ള കുറച്ച് പരിപാടി, ഒരു പ്രത്യേക ചിരി. മാൻ, യു ആർ ഡിഫറെൻറ്റ്. ഒരു രക്ഷയില്ല. കിട്ടില്ലൻ. അടുത്തത് മാധവൻ, അജിത് ഡോവലിനെയാണ് ചെയ്തത്. വളരെ കൈയടക്കത്തോടെ ചെയ്തു. ഭയങ്കരമായി, അതായത് പാളിപ്പോകാൻ വളരെ സാധ്യതയുള്ള റോളായിരുന്നു, പക്ഷേ ഭയങ്കര കൈയടക്കത്തോടെ ചെയ്തു. വളരെ സിമിലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അജിത് ഡോവലുമായിട്ട്. അടുത്തത് അർജുൻ രാംപാൽ നന്നായിട്ട് ചെയ്തു. വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാകേഷ് ബേഡിയും നന്നായിട്ട് ചെയ്തു. സാറ അർജുൻ, പലരും പറയുന്നത് കേട്ടു രൺവീർ സാറ കെമിസ്ട്രി തീരെ വർക്കൗട്ട് ആയിട്ടില്ല എന്ന്. പക്ഷേ എനിക്കതൊരു കുഴപ്പവും തോന്നിയില്ല. ആ ഏജ് ഡിഫറൻസിനെ പറ്റിയൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് അതൊക്കെ റിയാലിറ്റിയിൽ അവിടെ നടക്കുന്ന കാര്യം തന്നെയാണ്. അതൊന്നും തീരെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ പടം എൻജോയ് ചെയ്യുന്നതിൽ നമ്മുടെ പുറകോട്ട് വലിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ പടത്തോടു കൂടി ബ്ലെൻഡ് ചെയ്ത് അങ്ങ് പോയി. കാണ്ഡഹാർ ഇഷ്യൂവും പാർലമെൻറ്റ് അറ്റാക്കും മുംബൈ അറ്റാക്കും ഒക്കെ നടക്കുമ്പോൾ പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണിച്ചതൊക്കെ വളരെ മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നി. ഒരു കാര്യം പറയട്ടെ, ഈ ഫിലിമിന് ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വെബ് സീരീസ് സ്വഭാവം ഇതിന് ചെറുതായിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. എന്തായാലും പടം കണ്ടു കഴിയുമ്പം പാകിസ്ഥാനിൽ നേരിട്ട് പോയി ഒരു സ്പൈ ഓപ്പറേഷൻ നേരിൽ കണ്ട ഫീൽ കിട്ടും. സെക്കൻഡ് പാർട്ട് മാർച്ചിലാണ്. ആദിത്യ ധർ, ഹാറ്റ്സ് ഓഫ് യു മാൻ, സൂപ്പർ ഫിലിം, സൂപ്പർ. അപ്പം ശരി, ബൈ.